എൻ്റെ പേര് ബാഹുൽ എന്നാണ്. ധനുച്ചൂരം സ്വദേശിയാണ്. ദേശീയ കായികതരം. ഞാനിപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ പാർട്ടി നൽകുന്നത്. ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കുളമുണ്ട് എന്ന് പറയാം. എന്ത് കാര്യം പറഞ്ഞാലും നടക്കുമെന്നാണ് പറയുന്നത്. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്കാണ് കാണുന്നത്. ശരിക്കും സ്ത്രീകളും പുരുഷന്മാരും തൊടാൻ എത്തിക്കഴിഞ്ഞിരുന്നു. കൗതുകമായിട്ടുള്ള സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. അയ്യപ്പന്മാർ മാല ഉരിയിടുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ മരത്തിലാണ് ഉരുവോട് ഇട്ടിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്ത നമുക്ക് ആ ദൃശ്യങ്ങളിലെത്തി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ പോകാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കൗതുകമായിട്ടുള്ള ക്ഷേത്രം, ഒരു വലിയ ക്ഷേത്രമാണ്. ഓടുകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. അത്ര കൗതുകമായ മുത്തുകൂടകളും കൗതുകമായ മുത്തുകൂടകളും കൊണ്ട് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ, കടയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്കിനെ കാണുന്നുണ്ട്. എല്ലാ മുത്തുകൂടകൾ, പല സൈസിലുള്ള മുത്തുകൂടകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൗതുകമായിട്ടുള്ള മുത്തുകൂടകളാണ്. നല്ല കാലാവസ്ഥയാണ്, നല്ല അന്തരീക്ഷമാണെന്ന് പറയാം. പ്രസിദ്ധമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലാണ് നിൽക്കുന്ന പഴയ ഓടിട്ട കെട്ടിടം തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ കുളത്തിലെ ദൃശ്യങ്ങൾക്ക് നമുക്ക് പോകാം. ദൃശ്യങ്ങളുടെ കുളം, അമ്പലത്തിൻ്റെ വലിയൊരു ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ കുളമാണ് നമുക്ക് മനസ്സിലാക്കുക. കുളത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കുഞ്ഞിപ്പോൾ കാണാൻ ദൃശ്യങ്ങൾ. പച്ച കൊണ്ട് നിറഞ്ഞ ഒരു കുളമാണ്, വലിയ കുളമാണെന്ന് പറയാം. പഴയ കാലത്ത് മാലയൊക്കെ ഈ മരത്തിലാണ് ഉരിയിടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശബരിമലയിൽ പോയിട്ട് വന്ന ആൾക്കാർ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതിനെടുക്കാം സാധിക്കുന്നില്ല, എന്നാലും നമ്മളത് കാണിക്കുന്നുണ്ട്. അവിടുത്തെ മരങ്ങളും ക്ഷേത്രത്തിൻ്റെ കവാടങ്ങളെല്ലാം തൊണ്ടിക്കുന്ന മാല അയ്യപ്പന്മാർ ഉരിയിടുന്നത് ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മരത്തിലാണ് ഉരിയിടുന്നത്. എന്ന് പറയാം. അടുത്തുള്ള കടകളും കൊട്ടാരക്കരയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിലാണ് പോകുന്നത്. മുമ്പോട്ട് പോകാം. ക്ഷേത്രത്തിൻ്റെ മരത്തിൽ അയ്യപ്പന്മാർ ശബരിമലയിൽ പോയിട്ട് വന്ന് മാലകൾ ഉരിയിടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മരത്തിലാണ് ഉരിയിടുന്നത്. മാല ശബരിമലയിൽ പോയിട്ട് വന്ന് ഉടനെ കുളിച്ച് തൊഴുത് മാല ഉരിയിട്ടാണ് അയ്യപ്പന്മാർ പോകുന്നതെന്ന് പറയാം. ആ മരത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്തയിൽ നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആ കുളം, അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളം. ആ കുളത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടി പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കും. ഇത്രയും വലിയൊരു അമ്പലത്തിൻ്റെ നടയിലുള്ള ഒരു കുളം, ഗണപതി ക്ഷേത്രത്തിൻ്റെ നടയിലുള്ള പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രമാണെന്ന് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് ബാഹുലേ.